നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമാവുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്ന മുന്നറിയിപ്പുകൾ ഒരു കാരണവശാലും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഒരെത്തും പിടിയും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. കാലാവസ്ഥയിൽ ദിനം പ്രതി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. യുഎഇയിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എങ്കിലും ഇപ്പോഴിതാ പൊടിക്കാറ്റിനുള്ള സാധ്യത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടിക്കടിയുള്ള ഈ കാലാവസ്ഥാ മാറ്റം പ്രവാസികളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കടൽ പ്രക്ഷുബ്ധമാകാനും തിരമാല ഉയരാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും താപനിലയിൽ കുറവ് രേഖപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. ആന്തരിക മേഖലയിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഈ മേഖലയിൽ ദൃശ്യപരിധി കുറയാനിടയുണ്ടെന്നും വാഹനമോടിക്കുമ്പോൾ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും വേഗത കുറയ്ക്കണമെന്നും വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാനും നിർദ്ദേശമുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുഎഇയിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടിരുന്നത്. ദുബായ് എക്സ്പോ റോഡിലും അൽ ഐൻ റോഡിലും മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. എക്സ്പോ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തുന്ന സന്ദർശകർക്ക് യാത്രാവേളയിൽ കനത്ത മൂടൽമഞ്ഞ് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. പല പ്രദേശങ്ങളിലും ദൃശ്യപരിധി 1000 കിലോമീറ്റർ താഴെയായി കുറഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അബുദാബിയിലെ വിവിധ ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട്. ഇതൊന്നും പോരാതെയാണ് യുഎഇയിൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ അന്തരീക്ഷ താപനില പരമാവധി 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് അറിയിച്ചത്. രാജ്യത്ത് 40.5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. അൽ ഐനിലെ സ്വൈഹാനിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1:45 ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം അൽ ഐനിലെ അൽ റക്നയിലായിരുന്നു രാജ്യത്തെ ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയത്. പുലർച്ചെ 6:30 ഇവിടെ 11.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്തരീക്ഷ താപനില. യുഎഇയിൽ തണുപ്പുകാലം അവസാനിക്കുന്നതിന്റെ സൂചന നൽകി അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. എന്തായാലും അടിക്കടിയുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം യുഎഇയിലെ പ്രവാസികളെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധിക്കിടയാക്കിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും അടുത്തിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന്. ദിനം പ്രതി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.